അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ അടയാളം അത് റബീഉൽ അവ്വലാവുമ്പോൾ മൗലൂദ് നടത്തണം, റബീഉൽ അവ്വലാവുമ്പോൾ നബിദിനം ആഘോഷിക്കണം. അതാണ് അഹ്ലുസുന്നയുടെ ഏറ്റവും വലിയ അടയാളം. ഇത് ആഘോഷിച്ചാലേ അഹ്ലുസുന്ന ആകുള്ളൂ. അവരെ പറ്റി അഹ്ലുസുന്ന എന്ന് പറയാൻ പാടുള്ളൂ. മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു മനസ്സിലാക്കിക്കൊള്ളിൻ ഈ നബിദിനവുമായി ബന്ധപ്പെട്ട് തെളിവ് പറയുന്നവർ വലിയ ഇമാമായി അവതരിപ്പിക്കുന്നത് നമ്മളും അംഗീകരിക്കുന്ന വലിയ ഇമാമ തന്നെയായിരുന്നു, മഹാനായ ഇമാം സുയൂത്തി റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹത്തിന്റെ ഹുസ്നുൽ മഖ്സദി എന്ന പേരിൽ ഒരു ചെറിയ റിസാലയുണ്ട്. മഹാനായ ഇമാം ഫാഖിഹാനി റഹിമഹുല്ലാഹ് അദ്ദേഹം ഈ ആചാരത്തെ ദുരാചാരത്തെ അതിശക്തമായി വിമർശിച്ചപ്പോൾ അദ്ദേഹത്തിന് മറുപടി എന്നോണം എഴുതി. ആ ഗ്രന്ഥത്തിൽ ഇമാം ഫാഖിഹാനിയെ അവതരിപ്പിക്കുന്നത് മുബ്തദിഅന്നല്ല. ഇമാം സുയൂത്തി പറയുന്നു, വഖാല അശ്ശൈഖ് റഹിമഹുല്ലാഹ്. ആരെ പറ്റിയാ പറയുന്നത്? മുബ്തദിയാണെങ്കിൽ പറയാൻ പാടുണ്ടോ? അഹ്ലുസുന്നത്ത് പുറത്താണെങ്കിൽ പറയാൻ പാടുണ്ടോ? എന്താ ഇമാം സുയൂത്തിയെ പിടിച്ച് പുറത്താക്കുമോ? ഇനി അതിലേറെ വലിയ രസമെന്താണ്? ഈ കഴിഞ്ഞ ലക്കം അൽബലാഗ് പറയുന്നത് മൗലിദ് ഓതണ്ട, മൗലിദ് ഓതിയാൽ അത് ബിദ്അത്താണ്, കുഴപ്പമാണ് എന്നവർ എഴുതുകയാണ്. എന്നാൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് പറയുന്നു, ഈ ലക്കം അൽബലാഗ് വെച്ചുകൊണ്ട് വിശ്വസിച്ചാൽ തബ്ലീഗിന്റെ മുഴുവൻ നേതാക്കളും പിഴച്ചുപോയി. എങ്ങനെയാണ്? ഞാൻ പറഞ്ഞതല്ല പിഴച്ചുപോയത്. മൗലിദ് ഓതൽ ശരിയായ കർമ്മമല്ല എന്ന് ബലാഗ്. ആ ബലാഗ് പ്രകാരം നിങ്ങൾ വിലയിരുത്തിയാൽ മുഫക്കിറെ മില്ലത്തിൻ നൂഹ് മൗലാന അദ്ദേഹത്തിന്റെ ജീവചരിത്രമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. ഞങ്ങൾ ഇറക്കിയതല്ല. ഇതിറക്കിയതാരാണ്? ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് സംസ്ഥാന സമിതി ഇറക്കിയതാണ്. അതും നമ്മുടെ ഓച്ചിറയിൽ നിന്ന് പ്രസിദ്ധീകരിച്ചതാണ്. അതിൽ നൂഹ് മൗലാനായുടെ മഹത്വം എന്താണ് എഴുതുന്നത്? ചിട്ടയുത്ത ജീവിതമായിരുന്നു വാപ്പയുടേത്. നൂഹ് മൗലാനായുടെ സ്മരണിക, അതിന്റെ 85-ാമത്തെ പേജ്. ബൽഖീസ് ബിൻത് നൂഹ് മൗലവിയുടെ മകൾ എഴുതുകയാണ്, ചിട്ടയൊത്ത ജീവിതമായിരുന്നു വാപ്പയുടേത്. പരിശുദ്ധ റമദാൻ ആസന്നമായാൽ രാത്രിയിൽ ഉറക്കം വളരെ കുറവായിരുന്നു. നമസ്കാരവും ഖുർആനും ദുആയും പ്രഭാതം വരെ തുടരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ, അങ്ങനെ പോലും പറഞ്ഞുകൂടാനാ തബ്ലീഗ് ജമാഅത്തുകാരുടെ ഈ ഇവിടെ വന്ന കൗസരി എഴുതിയിട്ടുള്ളത് ബലാഗിൽ. ജന്മം കൊണ്ടൊരു മാസത്തിനോ ഒരു ദിവസത്തിനോ മഹത്വമില്ല എന്ന് ബലാഗിൽ ചോദ്യോത്തര വേദിയിൽ സുലൈമാൻ കൗസരി എഴുതിയിട്ടുണ്ട്. എന്നാൽ നൂഹ് മൗലവിയുടെ മകൾ എഴുതുകയാണ്. എന്താണ് എഴുതുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ മാസം മുഴുവനും മക്കളെയും പേരമക്കളെയും കൂട്ടിയിരുത്തി ഒരുമിച്ച് മൗലിദ് ഓതുമായിരുന്നു. ശേഷമുള്ള മധുര പലഹാര വിതരണവും മുടക്കാറുണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ ഇറക്കിയതാണോ? അല്ല, ഇത് നിങ്ങൾ എഴുതിയതാണ്, നിങ്ങൾ ഇറക്കിയതാണ്. നിങ്ങളുടെ അഭിപ്രായ പ്രകാരം നൂഹ് മൗലാന എവിടെ? അങ്ങനെയാണ് ബാത്തിലിന്റെ കക്ഷികൾ പറഞ്ഞാൽ പരസ്പര വിരുദ്ധമുണ്ടാകൽ സ്വാഭാവികമാണ്. ഇബ്നു തൈമിയ്യ ഒരു കിതാബിൽ എഴുതി ഖബറുകൾ ഖുർആൻ ഓതാമെന്ന്, വേറെ ഒരു കിതാബിൽ എഴുതി ഖബറുകൾ ഖുർആൻ ഓതിക്കൂടാ എന്ന്. ഇതുപോലെയല്ലേ സഹോദരന്മാരെ എല്ലാ ബിദ്അത്തിന്റെ കക്ഷികൾക്കും അവരുടെ ഗ്രന്ഥങ്ങളിൽ വൈരുദ്ധ്യമുണ്ട്. അതുപോലെ തബ്ലീഗ് ജമാഅത്തിന്റെ വലിയ മുഫക്കിറെ മില്ലത്ത് നൂഹ് മൗലാന അദ്ദേഹത്തിന്റെ സ്മരണയിൽ നിങ്ങൾ തന്നെ എഴുതിയതാണ്. അവരുടെ വീട്ടിൽ മൗലിദ് നടക്കാറുണ്ട്. അതുപോലെ തന്നെ ഇനി ദാഇയെ മില്ലത്ത് മൂസാ മൗലാന അഥവാ ഈ തബ്ലീഗ് പ്രസ്ഥാനത്തിന്റെ കേരളത്തിലെ വലിയ ടോപ്പ് ലീഡറാണ്. അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ഒരു പരിചയപ്പെടുത്തുന്നത് എന്താണ്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന ആ പുണ്യപുരുഷൻ ചില അഭിനവ മൗലവിമാർ മൗലിദ് റാത്തീബുകളെ വിമർശിക്കുന്നതായി അറിഞ്ഞപ്പോൾ അവർക്കെതിരെ ശക്തമായി പ്രതികരിച്ചു എന്ന് മാത്രമല്ല, വർഷാവർഷം തന്റെ ഭവനത്തിൽ തന്റെ സ്നേഹിതന്മാരിൽപ്പെട്ട പ്രഗൽഭ ആലിമുകളെയും വിദ്യാർത്ഥികളെയും അയൽക്കാരെയും ക്ഷണിച്ചു വരുത്തി മൗലിദ് നടത്തി സൽക്കരിക്കുകയും ചെയ്യുമായിരുന്നു. ദാഇയെ മില്ലത്ത് മൂസാ മൗലാന അദ്ദേഹത്തിന്റെ സ്മരണികയിൽ 62-ാമത്തെ പേജിൽ എഴുതിയിരിക്കുകയാണ്,
റബീഉൽ അവ്വൽ നാട്ടിലില്ലാത്ത കാരണത്താൽ മൗലിദ് ഓതാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് ശഅബാൻ മാസത്തിൽ കോളേജ് അടയ്ക്കുന്നതിന് മുമ്പ് കുട്ടികളെയും ഉസ്താദുമാരെയും കൂട്ടി മൗലിദ് നടത്തണം എന്ന് പറഞ്ഞ് മൗലിദ് നടത്തിയ ആളാണ് മൂസാ മൗലാന. സുലൈമാൻ കൗസരി അടക്കമുള്ള മൗലവിമാരെ, നിങ്ങൾ ഇക്കാലത്ത് ബലാഗിൽ എഴുതിയതാണ് ശരിയെങ്കിൽ നിങ്ങളുടെ മൂസാ മൗലാന എവിടെ? നിങ്ങളുടെ നൂഹ് മൗലാന എവിടെ? ബാത്തില് പറയുമ്പോൾ എങ്ങനെയാണ് എപ്പോഴും വിരുദ്ധമായിട്ടാ വരിക? ഇതെല്ലാ ബിദ്അഈ കക്ഷികളുടെ സ്വഭാവമാണ്. ഇനി ഒരു കാര്യം കൂടി എനിക്ക് ചോദിക്കാനുണ്ട്. നിങ്ങളുടെ അഭിപ്രായമാണ് ശരിയെങ്കിൽ എടത്തറയിൽ ജീവിക്കുന്ന കോളേജിലെയും മൗലാനമാരും എവിടെ? കാരണം എന്താ? ഇത് എടത്തറ കോളേജിൽ നിന്നിറങ്ങിയാൽ മിസ്ബാഹാണ്, അവരുടെ സ്മരണികയാണ്, അഥവാ സ്ഥാപനത്തിൽ നിന്നിറക്കിയ സോവനീറാണ്. വാർഷിക സന്നദ്ധദാന സമ്മേളന സോവനീർ ഇതില്ലതാ നിരത്തി എഴുതിയിരിക്കുന്നു മൗലിദിന്റെ തെളിവുകളാണ്. അപ്പോൾ ഇവർക്ക് തീരുമാനിച്ച ഒരു തീരുമാനം, അള്ളാഹുവിന്റെ ദീനിൽ ഒരു മൗലവി ഒന്ന് പറയുക, വേറെ മൗലവി വേറൊന്ന് പറയുക. മൗലവിമാരെല്ലാം തോന്നിയതുപോലെ എഴുതുകയാണ്. വല്ലാത്ത തകരാറു തന്നെ. നിങ്ങൾ നോക്കൂ സഹോദരന്മാരെ, സ്വലാത്ത്, പുണ്യമുള്ള സ്വലാത്തുകളെ പലതിനെയും ഫതാവ റഷീദിയിൽ റഷീദ് അഹമ്മദ് ഗംഗോഹി അത് ചെല്ലാൻ പാടില്ല എന്ന് എഴുതുകയാണ്. സ്വലാത്തു സാജിദയെ വിമർശിക്കുകയാണ്. എല്ലാ ബിദ്അഈ കക്ഷികളും സ്വലാത്തുൻ നാരിയയ്ക്ക് എതിരാണ്. എന്നാൽ എടത്തറ കോളേജിലെ തബ്ലീഗുകാരോ സ്വലാത്തുൻ നാരിയിൽ അടങ്ങിയിരിക്കുന്ന ശക്തമായ തവസ്സുലിന്റെ ശൈലി മനസ്സിലാക്കാൻ താമസിച്ച ചിലർ അതിനെതിരെ ശബ്ദിച്ച സാഹചര്യത്തിൽ ദൈവബന്ധിലേക്ക് എഴുതി ചോദിച്ചതിന് മറുപടിയായി അവിടെ നിന്നും ആധികാരികമായി എഴുതി സീൽ വെച്ച് അയച്ചതെന്ന മറുപടിയുടെ പകർപ്പ് സുലഭമാണ് എന്നടക്കം എഴുതിയ എടത്തറ കോളേജിലെ മൗലവിമാർ അതാ മൗലിദാഘോഷത്തിന്റെ തെളിവ് വെച്ചുകൊണ്ട് വലിയ ഒരു അധ്യായം തന്നെ എഴുതിയിരിക്കുന്നു. മുസമ്മിൽ മൗലവി, ഞാൻ ഈ നാട്ടുകാരനാണ്, നിങ്ങളും ഈ നാട്ടുകാരനാണ്, പക്ഷേ അല്ലാഹുവിന്റെ കോടതിയിൽ ഹാജരാകേണ്ടവരാണ്. നിങ്ങൾ പറഞ്ഞ ദീന് സത്യമാണെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ദേവബന്ധു ഉലമാക്കളുടെ ഗ്രന്ഥം എഴുതിയ ദീന് സത്യമാണെങ്കിൽ ഈ പറയപ്പെട്ട നിങ്ങളുടെ മൗലാനമാരെവിടെ? അള്ളാന്റെ കോടതിയിൽ കണക്ക് പറയണ്ടേ മൗലവി? കയറി നിന്ന പള്ളികളിൽ മുഴുവനും തൽഖീൻ മുടക്കിയില്ലേ? മഹാന്മാരായ അയിമ്മത്ത് ചൊല്ലിയതല്ലേ, ഹദീസിൽ വന്നതല്ലേ? അതറിയാതെ തൽഖീൻ മുടക്കിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ പല ചര്യകളെ ശിർക്കായി കുഫറായി തള്ളിയിട്ട് നിങ്ങൾ അള്ളാഹുവിന്റെ ദീന കൊണ്ട് കളിക്കരുത്. എനിക്ക് നിങ്ങളോട് വ്യക്തിപരമായി ഒരു വിരോധമില്ല, ഒരു കൗസരിയോടും എനിക്ക് വ്യക്തിപരമായി വിരോധമില്ല, ഒരു മൗലാനയോടും ഒരു മൗലവിയോടുമില്ല. പക്ഷേ ഞങ്ങൾക്ക് വലിയൊരു സ്നേഹമുണ്ട്. അത് ഞങ്ങളുടെ ഈമാനിനോടാണ്, ഞങ്ങളുടെ അഖീദയോടാണ്. 4 മദ്ഹബിന്റെ ഇമാമുകളും അതുപോലെ തന്നെ തരീഖത്തിന്റെ മശായിഖമാരും പണ്ഡിതന്മാരും ജീവിച്ച മാർഗത്തിൽ നിന്ന് ഒരാളും മാറി സഞ്ചരിച്ചൂടാ. എന്റെ സാധാരണക്കാരെ, അള്ളാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്ന പവിത്രമായ ഒരു ദീനുണ്ട്. ആ ദീനിൽ നിന്ന് ഒരാളും തെറ്റിമാറി സഞ്ചരിച്ചുകൂടാ.